നമസ്കാരം. കള്ളൻ കയറി ഏഴിൻ്റെ അന്ന് പട്ടി കുരയ്ക്കുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. തസ്കരൻ വന്ന് കതക് കുത്തി തുറക്കുമ്പോൾ കുരയ്ക്കേണ്ട നായ ഏഴാം പക്കം കുരച്ചിട്ട് വല്ല കാര്യമുണ്ടോ സഖാക്കളെ? ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അത് ചെയ്യാതെ വന്നു പോയവൻ്റെ പൂട തപ്പി ഇറങ്ങിയിട്ട് വല്ല കാര്യവുമുണ്ടോ? കോഴി എന്ന് കമ്മികൾ വിളിക്കുന്നത് കൊണ്ടോ എന്തോ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂങ്കോഴിതൻ പുഷ്കല കണ്ഠനാദം കേൾക്കുമ്പോൾ തന്നെ എഴുന്നേൽക്കുന്ന പതിവുള്ളയാളാണ്. ഡിവൈഎഫ്ഐക്കാർ വിപ്ലവമെല്ലാം കഴിഞ്ഞ് കണ്ണടയ്ക്കുമ്പോൾ ഏറെ വൈകും. അതിനാൽ ഒരുപാട് വൈകി മാത്രമേ ഉണരാറുള്ളൂ. പുതപ്പിനിടയിൽ സൂര്യൻ ഉദിച്ചാലേ അവർ തല്ലിക്കുടഞ്ഞ് എഴുന്നേൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങു വരട്ടെ ഇങ്ങു വരട്ടെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐക്കാർ കണ്ണു തുറന്ന് കാത്തിരുന്നിട്ടും രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് വന്ന് ബാംഗ്ലൂർ എക്സ്പ്രസിൻ്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത്. ബസ് സർവീസ് പാലക്കാട് ഡിപ്പോയിൽ നിന്നും ബംഗളൂരുവിൽ ചെന്നപ്പോഴാണ് പാവൻ ഡിവൈഎഫ്ഐക്കാർ ഇക്കാര്യം അറിയുന്നത് തന്നെ. രാഹുൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തടയുമെന്ന് പറയുന്ന ഡിവൈഎഫ്ഐക്കാരും ബി ജെ പിക്കാരും രാവിലെയുള്ള വരവും പോക്കും ഒന്നും അറിയാറേയില്ല. വിവാദത്തിന് ശേഷം രാഹുൽ ആദ്യമായി കാലുകുത്തിയത് നല്ല പുലർച്ചെയായിരുന്നതിനാൽ ഡിവൈഎഫ്ഐ അത് അറിയാതെ പോയി. പക്ഷേ ഇന്നലെ രാത്രി 8:30 ഒരു KSRTC ഡിപ്പോയിൽ നിന്ന് ഒരു വിവാദ MLA ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടും ആമസോണിലെ പുകയും നോക്കിയിരിക്കുകയായിരുന്ന ഡിവൈഎഫ്ഐ അതറിയാതെ പോയി. ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടക്കുമെന്ന് സകല ട്രേഡ് യൂണിയൻകാരും നേരത്തെ അറിഞ്ഞിരുന്നു. എന്നിട്ട് ഡിവൈഎഫ്ഐ എന്തുകൊണ്ടോ അറിഞ്ഞില്ല. CITUവിൻ്റെ യൂണിയൻകാർ വരെ ഫ്ലാഗ് ഓഫ് ചെയ്ത ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അവരും ഈ വിവരം വിളിച്ച് ഡിവൈഎഫ്ഐയെ അറിയിച്ചില്ല. ഇപ്പോൾ കൈരളിയും ദേശാഭിമാനിയും കമ്മികളുമൊക്കെ വാർത്ത കൊടുക്കുന്നത് തലയിൽ മുണ്ടിട്ട് വന്ന് രാഹുൽ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു പോയി എന്നാണ്. അപ്പോൾ പാലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രി 8:30 തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സമയം? ഡിവൈഎഫ്ഐ അറിയാതെ ഈ നാട്ടിലെ കരിയിലകൾ പറക്കാറില്ല, കോഴികൾ കൂവാറില്ല, പട്ടി മോങ്ങാറില്ല, സൂര്യൻ ഉദിക്കാറില്ല. പക്ഷേ തങ്ങൾ കാത്തിരുന്നവൻ വന്ന് കൊടി വീശിയതൊക്കെ പാവങ്ങൾ അറിയാതെ പോയി. ഇന്ന് പത്രത്തിലെ വാർത്തയും ചാനലുകളിലെ ദൃശ്യവും കണ്ടപ്പോഴാണ് പാവം വിപ്ലവകാരികൾ എണീറ്റത്. പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ അവിടെ തള്ളയെ കെട്ടിയേക്കാമെന്ന് പറയാറുള്ളത് പോലെ കിട്ടാത്ത രാഹുലിനെ വിട്ടവർ കിട്ടിയ KSRTC DTOയെ ഖരാബോ ചെയ്ത് അരിശം തീർത്തു. അതിലൊരു നേതാവ് പറഞ്ഞത്, ഇത്രയും വൃത്തികെട്ട ഒരുത്തിനെ കൊണ്ട് സർക്കാരിൻ്റെ മഹനീയമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യിച്ചു തന്നെ അക്ഷന്തവ്യമായ തെറ്റായിപ്പോയെന്നാണ്. അല്ല സഖാവേ, ഇത്രയും വൃത്തികെട്ടവനെന്നൊക്കെ പറയുമ്പോൾ പരമശുദ്ധനും പവിത്രനും ഋഷ്യശൃംഖരുമായ പുള്ളിയാണോ ട്രാൻസ്പോർട്ട് വകുപ്പ് ഭരിക്കുന്നത്? അതിൻ്റെ മന്ത്രിയുടെ ശുദ്ധിയും വെടിപ്പുമൊക്കെ ശരിക്കും അറിയാത്തവരാണോ നമ്മൾ മലയാളികൾ? പുള്ളിയിടുന്ന ഉത്തരവുകൾക്ക് പോലും ഒരു ദിവസത്തെ ആയുസ് പോലുമില്ല. കോഴിപ്പരിപാടി ഒന്നുമില്ലാത്ത കുടുംബത്തിൽ പിറന്ന ആളല്ലേ KSRTCയുടെ മന്ത്രി. അതുകൊണ്ട് രാഹുലിനെ കൊണ്ട് ഈ മഹനീയ കർമ്മം നിർവഹിച്ചത് ശരിക്കും തെറ്റായിപ്പോയി. KSRTC ഭരിച്ചിരുന്ന ഒരു പഴയ ഇടതുമന്ത്രിയെ ഒരുത്തി ട്രാപ്പിൽ കുടുക്കിയതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ സഖാക്കളെ? ഒരു ഡിവൈഎഫ്ഐ നേതാവ് പറഞ്ഞത്, ബാംഗ്ലൂർ ബസ് എന്ന് കേട്ടപ്പോൾ രാഹുൽ ഓടിയെത്തിയതാണ്, ഇനി സുഖമായി അങ്ങോട്ട് പോകാമല്ലോ, പരിപാടികളൊക്കെ അവിടെയാണല്ലോ എന്നാണ്. ഇവൻ്റെയൊക്കെ വിപ്ലവം വന്ന് മുത്തുച്ചിപ്പിയിലെ കഥ പോലെ അവസാനിക്കുകയാണല്ലോ സുഹൃത്തുക്കളെ. ബാംഗ്ലൂർ എന്ന സ്ഥലനാമത്തെ ഇവന്മാർ എന്തിനാണ് ഇത്രമേൽ ആക്ഷേപിക്കുന്നത്? രാഹുലിനെ ഇവർ വ്യാജൻ, ഛിദ്രൻ എന്നൊക്കെ പറയുമ്പോൾ ഒന്നാലോചിക്കണം. പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടിൽ ഇത്രയൊക്കെ മാരകമായ തെറ്റുകൾ ഇയാൾ ചെയ്തിട്ടും അന്വേഷണം എവിടെയും എത്തിയില്ല. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് CBI അന്വേഷണം നടത്തിയ പുള്ളികളാണ്. മരം കൊള്ളക്കാരൻ്റെ ചാനലും സഖാക്കളും CPMകാരും കൂടി പൊക്കിക്കൊണ്ടുവന്ന കഥകളൊക്കെ ഇപ്പോൾ ശൂന്യതയിൽ നിൽക്കുകയാണ്. രാഹുലിനെതിരെ കുരുക്ക് മുറുകുന്നുവെന്ന് ആ മിനുസ ശിരസ്കൻ കൊള്ളച്ചാനലിൽ ഇരുന്ന് 1.5 മാസത്തിനിടയിൽ 50 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോഴാ കുരുക്ക് അയാൾ സ്വയം കഴുത്തിലിടേണ്ട അവസ്ഥയിലായി. ഇനിയും ഈ വൃത്തികെട്ടവൻ ഉദ്ഘാടനങ്ങൾക്ക് വന്നാൽ ജനങ്ങളെ അണിനിരത്തി ചെറുക്കുമെന്നാണ് ഡിവൈഎഫ്ഐ നേതാവ് പറയുന്നത്. അല്ല സഖാവേ, ജനങ്ങളെ അണിനിരത്തി വോട്ട് വാങ്ങി ജയിക്കാൻ ഇതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുന്നത്? ഒരിക്കലും തൊഴിലെടുത്ത് തിന്നാൻ വിധിയില്ലാത്തവന്മാർ വളയാനും തെറി വിളിക്കാനും നടക്കുകയാണ്. ജനങ്ങൾക്ക് വേറെ പണിയുണ്ട്. ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരനും BJPക്കാരനും കമ്മികളും പെണ്ണു പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടക്കലല്ല ജോലി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ്റെ പണി. ബാംഗ്ലൂർ എന്ന് കേട്ടപ്പോൾ രാഹുൽ ചിലത് കൊതിച്ച് ഓടി വന്നതാണെന്ന് പറഞ്ഞ നേതാവേ, അയാൾ ഒന്നുമല്ലെങ്കിലും നിൻ്റെയൊക്കെ പ്രായമുള്ള യുവാവല്ലേ? മുതുക്കൻ സഖാക്കൾ മൂന്നാറെന്ന് കേൾക്കുമ്പോഴേ ഓടി വരൂ, അല്ലെങ്കിൽ മഴ, കോട്ട് എന്നൊക്കെ കേൾക്കണം. മുകേഷ് പിണറായി വിജയൻ്റെ മടിയിൽ കയറി ഇരിപ്പുണ്ട്, കുറേ മെഴുകും മേടിച്ച് അയാൾക്ക് കൊടുക്കുക. അല്ല ഡിവൈഎഫ്ഐക്കാരെ, നിങ്ങളുടെയൊക്കെ സംഘടനാശേഷി ഇത്രയൊക്കെയേ ഉള്ളോ? ലോകമെല്ലാം ഉറങ്ങിക്കഴിഞ്ഞുവെന്ന് ഉറപ്പുവരുത്തി മാത്രം വീട്ടിൽ പോകുന്ന നിങ്ങളെന്താ
ആ 8:30 പരിപാടി അറിയാതെ പോയത്. ഒരു 10 ഡിവൈഎഫ്ഐക്കാരെ 10 മിനിറ്റ് കൊണ്ട് വിളിച്ചു കൂട്ടാനുള്ള പ്രാപ്തിയൊന്നും നിങ്ങൾക്കില്ലാതെ പോയോ? കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്നത് പോലെ KSRTC ഉദ്യോഗസ്ഥനെ തടഞ്ഞ് തെറി വിളിക്കാമെന്നല്ലാതെ വല്ല ഗുണവും ഉണ്ടായിട്ടുണ്ടോ? അന്ന് സരിൻ പറഞ്ഞത് അവനിങ്ങ് വരട്ടെ, ഉഗ്രൻ സ്വീകരണം ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ഠം ചാടിയെത്തിയവൻ തോറ്റിട്ടും 80,000 രൂപ ശമ്പളത്തിൽ പിണറായി കൊടുത്ത ഉദ്യോഗം ഭരിക്കുന്നു. ഡിവൈഎഫ്ഐക്കാർ അന്ന് പിടിച്ച കൊടി തിരിച്ചു പിടിച്ച് കരിയില നീക്കി നടക്കുന്നു. മിടുക്കന്മാരാണെങ്കിൽ നിങ്ങൾ ആ ബസ് തിരിച്ചു വരാൻ സമ്മതിക്കരുത്. രാഹുൽ ഫ്ലാഗ് ഓഫ് ചെയ്ത ബസ് പാലക്കാട്ട് ടയർ കുത്തിയാൽ തടയുമെന്ന് പറഞ്ഞ് റോഡിലങ്ങനെ മലർന്നു കിടക്കണം. എന്നിട്ട് ബസ് ചാണകവെള്ളം ഒഴിച്ച് കഴുകി ശുദ്ധമാക്കണം. ഗണേശനെ കൊണ്ടോ മുകേഷിനെ കൊണ്ടോ വീണ്ടും ഫ്ലാഗ് ഓഫ് ചെയ്യിക്കണം. അതൊക്കെയല്ലേ ഹീറോയിസം? കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞവന്മാരിപ്പോൾ പരാജയം ഭക്ഷിച്ച് കൊടിയും കുത്തി നടക്കുകയാണ്. ഇനി എന്ത് സമരം നടത്തിയാലും യേശില്ല എന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. സത്യത്തിൽ ഒരു സ്ഥലപ്പേരിനെ വെറുതെ എടുത്തിട്ട് നാറ്റിച്ച് ഈ CPMകാർ ചെയ്യുന്ന ദ്രോഹം ചെറുതൊന്നുമല്ല. ബാംഗ്ലൂരെന്ന് ആവർത്തിച്ചാക്ഷേപിക്കുന്ന സഖാക്കൾ ഒന്നോർക്കുക. നമ്മുടെ നാട്ടിൽ നിന്നും വീടുകളിൽ നിന്നും എത്രയോ പെൺകുട്ടികൾ പഠിക്കാനും ജോലി ചെയ്ത് കുടുംബം പുലർത്താനും ആ നാടിനെ ആശ്രയിക്കുന്നു. AKG സെൻറ്ററിൻ്റെ വിലാസത്തിൽ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു ചെറു സംരംഭക IT കമ്പനി തുടങ്ങിയതും ബാംഗ്ലൂരിലാണെന്ന് ഓർക്കണം. കമ്മ്യൂണിസം ഇത്രയൊന്നും അധപ്പതിക്കരുത്.